ഐസൊലേറ്റർ ഉണ്ട്. ഈ ഐസൊലേറ്ററിൽ നിന്ന് ഓണാക്കുന്ന സമയത്ത് ഇവിടെ 6 by 3 സപ്ലൈ വരും. ഈ 6 ഇവിടെ കണക്ട് ചെയ്യുക, Y ഇവിടെ കണക്ട് ചെയ്യുക, B ഇവിടെ കണക്ട് ചെയ്യുക. അതായത് B1 B2 B3 6 by B കണക്ട് ചെയ്തു. ന്യൂട്രൽ നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. E1 E2 E3 ഇതിൻ്റെ ഔട്ട്പുട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? നമ്മൾ ഓട്ടോ ട്രാൻസ്ഫർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ E1ഉം E3 കൂടെ E1 E3 എടുത്ത് നമ്മൾ ഈ സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യണം. ഈ സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് കൺട്രോൾ വൈൻഡിങ്ങിലാണ്. ഔട്ട്പുട്ട് കൺട്രോൾ വൈൻഡിങ് കണക്ട് ചെയ്യുക. പിന്നെ E2 ന്യൂട്രൽ രണ്ടെണ്ണമാണ്, അതായത് Y ഫേസ് ന്യൂട്രൽ, ഇത് രണ്ടും കൂടെ എടുത്ത് നമ്മൾ റെഫറൻസിൽ കണക്ട് ചെയ്യും. ഓക്കെ, E1 E3 6ഉം Bയും ഇത് രണ്ടും നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് എടുത്ത് കൺട്രോൾ വൈൻഡിങ് കൊടുക്കുന്നു. അതിനുശേഷം അതായത് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് നമ്മൾ 50ഉം 25ഉം ആക്കുന്നത്. ഈ ഓട്ടോ ട്രാൻസ്ഫോമർ തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് E2 ന്യൂട്രൽ ഇത് നേരെ റെഫറൻസിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഈ കൺട്രോൾ വൈൻഡിങ്ങിനും റെഫറൻസ് വൈൻഡിങ്ങിനും എക്രോസ് ആയിട്ട് പാരലായിട്ട് ഓരോ വോൾട്ട് വേണ്ടി കണക്ട് ചെയ്യുന്നു. ബ്രേക്കർ ഓൺ ആക്കുന്നു. ബ്രേക്കർ ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും റെഫറൻസ് വൈൻഡിങ് 50 ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും, 50 ആക്കി സെറ്റ് ചെയ്യും. അതിനുശേഷം ഇത് 0 ആയിരിക്കും, അതായത് കൺട്രോൾ വൈൻഡിങ് 0 ആയിരിക്കും. അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് 25 ആകുമ്പോൾ നമ്മളിവിടെ നിർത്തി നമ്മൾ 0 ലോഡ്, അതായത് നോ ലോഡിലുള്ള RPM എടുക്കും. അതിനുശേഷം 5 ഗ്രാം 10 ഗ്രാം 15 ഗ്രാം 20 ഗ്രാം ഓരോ വെയിറ്റ് ഇട്ടിട്ട് ഓരോ ടൈമിലുള്ള RPM എടുക്കും. അതിനുശേഷം വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്ത് 50 ആക്കും. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് 50 ആക്കുന്നത്. ഇത് നമ്മൾ ഇന്നൊന്നും ചെയ്യത്തില്ല, ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും 50 ആക്കും. 50ൽ നോ ലോഡ് 5 ഇട്ടേണ്ടെന്നുള്ളത് 50 വരെ നമ്മളെടുക്കും. അവിടെ നമ്മൾ എത്ര വോൾട്ടേജ് കൊടുക്കും? ഇവിടെ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കുമല്ലോ. ഇതായിരിക്കും നമ്മൾ ആദ്യം തിരിക്കുന്നത്. ഇത് ആദ്യം തിരിക്കുന്ന ഇവിടെ 50 കൊടുക്കുമ്പോൾ ഈ 50 വോൾട്ട് ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. 50 അല്ല, അത് കൂടുതലായിരിക്കും വരുന്നത്. ഇത് നമ്മൾ തിരിച്ച് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് വരുത്തുള്ളൂ. ഇവിടെ തിരിക്കുമ്പോഴേ ഔട്ട്പുട്ട് വരുത്തുള്ളൂ. ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് വരത്തില്ല, ഇത് തിരിക്കുമ്പോഴേ ഔട്ട്പുട്ട് വരുത്തുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഇത് അവിടെ 50 ആക്കി റെഫറൻസ് സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് കൺട്രോൾ വൈൻഡിങ്ങിൻ്റെ ഓട്ടോ ട്രാൻസ്ഫോമർ റൊട്ടേറ്റ് ചെയ്ത് 25 ആക്കാം. 25ലാണ് എടുക്കാൻ പറഞ്ഞാൽ 25 ആക്കുക, 50ലാണെങ്കിൽ 50 ആക്കുക. ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് റെഫറൻസ് വോൾട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ? ഇതിലാണ് റെഫറൻസ്. അതായത് ഇത് 25ഉം 50 ആക്കി രണ്ടും ആക്കുന്നത് ഈ സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിലാണ്. 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ 50 മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ.